ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. നല്ല തണുപ്പുള്ളൊരു ദിവസം കേട്ടോ. ചെക്ക് ചെയ്തപ്പോൾ -4 ഡിഗ്രി. ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ടു, പക്ഷെ അത് ചൂടായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോഴത്തേക്കും റെഡിയായി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയും ഒരു സ്പെഷ്യൽ കറിയാണ്. ആ കറിയിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് തുടങ്ങിയാലോ. ആസ് യൂഷ്വൽ ഇഞ്ചിയും ഏലക്കയൊക്കെ ചതച്ചിട്ടുള്ള ഒരു ചായ തന്നെയാണ്. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഫ്ലേവറുമാണ്. ആദ്യമൊന്നും എനിക്ക് മസാല ചായ ഇഷ്ടമേ ആയിരുന്നില്ല, പക്ഷെ ചണ്ഡീഗഡിൽ പോയതിനു ശേഷമാണ് എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങിയത്. അവിടെ ഇങ്ങനത്തെ ചായകളാണ് കൂടുതലും കിട്ടാറുള്ളത്. നല്ല കൊഴുത്ത പാൽ അവരുണ്ടാക്കി തരും. ഇത് ഷന എന്ന് പറയുന്ന കമ്പനിയുടെ ചപ്പാത്തിയാണ്, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഞങ്ങൾ ഒത്തിരി കമ്പനിയുടെ ചപ്പാത്തീസ് ഇവിടെ വന്നപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷന എന്ന കമ്പനിയുടെ ചപ്പാത്തിയാണ്. അതുമാത്രമല്ല, ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് വളരെ കുറവാണ്. ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എഴുന്നേറ്റ് മാവൊക്കെ കുഴച്ച് കുട്ടികൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മളും ഓഫീസിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് ടാസ്ക്കാണ്. ഞങ്ങൾ വീക്കെൻഡ്സിൽ വല്ലപ്പോഴും ഒരിക്കൽ ഞങ്ങളങ്ങനെ മാവ് കുഴച്ചുണ്ടാക്കാറുണ്ട്. ഞാനൊരു സ്പെഷ്യൽ കറിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിതാണ് സോസേജ് വെച്ചുള്ളൊരു കറി. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നപ്പോഴായിരുന്നു. ഞാനിത് രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും അഞ്ജുവിന് ഡൗട്ടായിരുന്നു ഇത് എങ്ങനെ വരും എന്നുള്ളത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ അഞ്ജുവും അക്ഷതയൊക്കെ ഭയങ്കര ഫാനായി. പക്ഷെ രണ്ടാമത്തെ ആൾക്ക് അത്ര പ്രിയമില്ല, കാരണം കുറച്ച് സ്പൈസി ആയതുകൊണ്ടാണ്. ആൾക്ക് സ്പൈസ് അത്ര പറ്റത്തില്ല. പിന്നെ നമുക്കിത് ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ. ഞാനിവിടെ ഒരു 6 സവാള അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും. ഞാൻ ഗരം മസാല ഇടുന്നുണ്ട്, പക്ഷേ ഏറ്റവും അവസാനം മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ ചേർക്കുന്നത് മല്ലിയിലയാണ്, അതും അവസാനം മാത്രം. ആദ്യം നമ്മൾ സവാള നല്ലവണ്ണം കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. അതാകുമ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. സവാള നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ഏകദേശം ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമ്മുടെ മസാല കൂട്ടിലെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. മസാല കരിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കുക. അത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കണം, കാരണം സോസേജിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അതിൻ്റെ ഉപ്പ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും ഇതിലെ വെള്ളം ഈ സോസേജ് വലിച്ചെടുത്ത് അതൊന്ന് വലുതായിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി ആയിട്ടോ സെമി ഗ്രേവി ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ നല്ല ഡ്രൈ ആയിട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾക്കിവിടെ പൊതുവേ ഇഷ്ടം ഈ ഒരു ഡ്രൈ പരുവമാണ്. അപ്പം ഇത് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ഏറ്റവും അവസാനം മല്ലിയിലയിട്ട് ഗരം മസാല ഇട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അക്ഷതയ്ക്ക് എപ്പോഴും ഇങ്ങനെ ചപ്പാത്തിക്കകത്ത് ഈ കറി ചുരുട്ടി വെച്ചിട്ട് അത് കടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി മുടി കെട്ടിക്കൊടുക്കുന്നതും അവൾക്ക് ക്രീം ഇട്ട് കൊടുക്കുന്നതും എൻ്റെ ഡ്യൂട്ടിയും കൂടെയാണ്. അത് രണ്ടും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. രണ്ടും തന്നെ ചെയ്യാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. എനിക്കും അത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ആ ജനാലിൽ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണെന്ന്. പണ്ടൊക്കെ സ്കൂളിൽ പോകാൻ നേരത്ത് നല്ല മഴയത്ത് സ്കൂളിലും നനഞ്ഞു പോകുന്നൊരു സമയം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇവിടെ നനയാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാളും. നല്ല തണുപ്പാണ് ഒന്നാമത്തെ കാര്യം, പുറത്ത് കാറ്റും കൂടെ ഉണ്ട്. രണ്ടും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് അസുഖവും വരും. അങ്ങനെ അക്ഷത രാവിലത്തെ അങ്കമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി. ഇവിടുന്ന് ഏകദേശം ഒരു 1.3 മൈൽസ് ദൂരമുണ്ട് സ്കൂളിലേക്ക്. ഞങ്ങൾ ആദ്യമായിട്ട് UK വന്ന സമയത്ത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ട് പിന്നിലായിട്ടായിരുന്നു ഇപ്പോഴത്തെ ഇവളുടെ സ്കൂള്. അന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പ് വെച്ച സ്കൂളാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് എങ്കിലും എടുക്കും കുറഞ്ഞത്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രാഫിക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണെന്ന് പോയി നോക്കുമ്പോൾ തന്നെ അറിയാം. അവളിപ്പം പഠിക്കുന്നത് ഇയർ 3ലാണ്, നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡേർഡ് 3ൽ. ഈ സ്കൂളിൻ്റെ സൈഡിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അക്ഷതയ്ക്ക് തന്നെ അങ്ങ് ഇറങ്ങി പോകാൻ പറ്റും. ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് തുണി കഴുകാനിട്ടിട്ടാണ് പോയിരുന്നത്. ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് പുറത്ത് വിരിക്കാൻ പറ്റത്തില്ല. പകരം ഇതുപോലെ റെയിൽസിൽ വെച്ചിട്ട് ഹീറ്ററിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കും. 2-3 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. കണ്ടല്ലോ ആശാത്തി എന്നെ സഹായിക്കുന്നതെന്നുള്ള വ്യാജന എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇത് എവിടെയെങ്കിലും കൊണ്ട് ആശാത്തി ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് നമ്മൾ പോയി തപ്പി കണ്ടുപിടിക്കണം. അവൾക്ക് അവളുടെ തുണി വിരിക്കണ്ട, പക്ഷെ ഞങ്ങളുടെ ആരെങ്കിലും തുണി വിരിച്ചേ പറ്റൂ. വിരിക്കാനൊന്നും അല്ല, ഇത് ഇനി വലിച്ചു വാരി താഴെയിട്ട് അതിൻ്റെ മേലിൽ കിടന്ന് ഫുട്ബോൾ കളിക്കുന്നിടം വരെ അവൾക്കൊരു സമാധാനം കിട്ടത്തില്ല. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ തുണി കൊണ്ടുവന്ന് കൂടക്കകത്ത് കയറിയിരിക്കും. ഞാൻ അതിനെ എടുത്ത് വീട് മുഴുവൻ കൊണ്ടു നടക്കണം. അക്ഷത ഉണ്ടായിരുന്നെങ്കിൽ അക്ഷതയായിരുന്നു ഇത് ചെയ്തിരുന്നത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കമുകൻ പാളയിൽ കയറി അത് വലിച്ചെടുത്തുകൊണ്ട് നടക്കുന്നതായിരുന്നു. ഞാൻ അക്ഷതയോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ നമുക്കതങ്ങനെ ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത്തരം ആളൊഴിഞ്ഞ പറമ്പുകളൊക്കെയാണ് ഇപ്പം കിട്ടാനായിട്ട് പാട്. ഇപ്പം എല്ലായിടത്തും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിപ്പോയില്ലേ. ഇവരോടൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ ഒരു ഫാൻറ്റസി വേൾഡിൽ എന്നുള്ള രീതിയിൽ ഒരിക്കലും വിശ്വസിക്കത്ത് പോലുമില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത്. അതായിരുന്നു നമ്മുടെയൊക്കെ ഒരു ഭാഗ്യവും. ഇടയ്ക്കൊന്ന് ഓഫീസ് വരെ പോകേണ്ടി വന്നു. പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും 5 ദേ പാചകം തുടങ്ങി എന്നുള്ളതല്ല, തീരാറായി. ഇപ്പൊ ഇവിടെ ഈ കിടന്ന് കരയുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ഏലക്കയും ആ ജാതിക്കൊക്കെ എടുത്ത് തറയിലിട്ടിട്ട് അതുകൊണ്ട് കളിക്കാൻ സമ്മതിക്കാത്തതിന്റെ കരച്ചില്ല. തിരിച്ചു വരുന്ന വഴിക്ക് അക്ഷയതയും കൂടെ വിളിച്ചിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ടൈം ഇതാണ്. ഞങ്ങൾ പൊതുവെ ഒരു 6-7 മണിക്കകത്ത് ഞങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്. ബൈ.